വേടനെ ഒഴിവാക്കണോ എന്നതാണ് ചോദ്യം. വേടനെ ഒഴിവാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുമ്പ് സുജയ പറഞ്ഞ ഒരു വിഷയത്തോടുള്ള എൻ്റെ ഒരു പ്രതികരണം, വേടനെ സംഘപരിവാറുകാർ ഏതെങ്കിലും തരത്തിൽ ദളിത് വിരുദ്ധനായിട്ട് ചിത്രീകരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. 3 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. വേടനെതിരെ NIA-ക്ക് പരാതി കൊടുത്ത പാലക്കാട്ടെ BJP നേതാവിൻ്റെ പേരെന്താ? മിനി കൃഷ്ണകുമാർ എന്നല്ലേ? നമ്പർ 1. നമ്പർ 2, വേടനെക്കുറിച്ച് കുണ്ടറയിലെ ക്ഷേത്രത്തിൽ വെച്ച് NR മധു എന്ന കേസരിയുടെ പത്രാധിപർ പറഞ്ഞ വാചകം എന്താ? ജാതി ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ലേ? അത് സംഘപരിവാറിൻ്റെ വാക്കല്ലേ? ശശികല ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ പറഞ്ഞത് എന്താ? ഈ പട്ടികജാതി വിഭാഗക്കാരുടെയും ആദിവാസി വിഭാഗത്തിൻ്റെയും ഒക്കെ പാരമ്പര്യ കലാരൂപമാണോ റാപ്പ് സംഗീതം എന്നാണ്. എന്നിട്ടൊരു വാക്ക് അദ്ദേഹം അവർ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിവിടെ പറയാൻ കൊള്ളൂല. അതാണ് വേടനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അപ്പോൾ സംഘപരിവാറുകാർക്ക് വേടനുമായിട്ട് ഏതെങ്കിലും തരത്തിൽ വിരോധമോ ഏതെങ്കിലും തരത്തിൽ ആശയപരമായ ഭിന്നതയോ ഇല്ല എന്ന സുജയുടെ വാദം നിലനിൽക്കുന്നതല്ല. ഇതാണ് ആദ്യത്തെ എൻ്റെ ടേക്ക്. രണ്ടാമത് ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഇന്ന് യഥാർത്ഥത്തിൽ വളരെ നിർഭാഗ്യകരമാണ്. ബഷീറിൻ്റെ റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായും വായിച്ചു. ബഷീർ എന്ന് പറയുന്ന ഒരു മുതിർന്ന അധ്യാപകനോടുള്ള എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് പറയട്ടെ, ചരിത്രത്തിൻ്റെ അക്കാദമിക്